प्यारे छात्रों नमस्कार। आज हम जुलूस नामक नाट्य रूपांतर के बारे में पढ़ेंगे। जुलूस प्रेमचंद जी की कहानी का चित्रा मुद्गल का नाट्य रूपांतर है। यह देश प्रेम से मुखरित एक कहानी है। मुद्गल जी ने या चित्रा मुद्गल ने कहानी को अनेक दृश्यों में बांटा है और संवाद के द्वारा कहानी के साथ न्याय किया है। इस नाट्य रूपांतर के पीछे एक कहानी है। പ്രേംചന്ദിൻ്റെ ജുലൂസ് എന്ന കഥയുടെ നാട്യരൂപാന്തരമാണ് ജുലൂസ് എന്നുള്ള ഈ ഒരു ഏകാംഗം. 1947 ആഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം നേടി. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിലെ ധാരാളം ധീരദേശാഭിമാനികളുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെതുമായ ഒരു വലിയൊരു കഥയുണ്ട്. ഈ ഒരു കഥയാണ് പ്രേംചന്ദ് തൻ്റെ ജുലൂസ് എന്ന കഹാനിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ജുലൂസ് എന്ന കഥ നാട്യരൂപാന്തരമാക്കി മാറ്റുന്നതിന് പിന്നിലെ ഒരു കഥയുണ്ട്. 2005 പ്രേംചന്ദിൻ്റെ 125ാം ജയന്തി ഇന്ത്യ ഒട്ടുക്കും ആഘോഷിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ സന്ദർഭവശാൽ ചിത്രാ മുദ്ഗലിന് ഒരു സ്കൂൾ വാർഷികോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ആ അവസരത്തിൽ അന്നവിടെ പ്രേംചന്ദിൻ്റെ വിവിധ നോവലുകളെയും കഹാനികളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വിവിധ ദൃശ്യവിരുന്നുകളെ വിദ്യാർത്ഥികളെ ഒരുക്കുകയുണ്ടായി. എന്നാൽ അതിൽ പ്രേംചന്ദിൻ്റെ ഒരു നാടകരൂപം പോലും അവതരിപ്പിച്ചതായിട്ട് കണ്ടില്ല. ഇത് ചിത്രാ മുദ്ഗലിനെ വിഷമിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് പ്രിൻസിപ്പലുമായി സംസാരിച്ച അവസരത്തിൽ പ്രേംചന്ദിൻ്റെ നാടകരൂപങ്ങളെ അവതരിപ്പിക്കാൻ പറ്റിയ തരത്തിൽ ലഭ്യമാകാതിരുന്നതാണ് ഇതിന് കാരണമെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ചിത്രാ മുദ്ഗലെ ഏകദേശം പ്രേംചന്ദിൻ്റെ 21 കഹാനികളെ നാടകരൂപത്തിലേക്ക് മാറ്റി എഴുതുന്നത്. അതിൽ ശ്രദ്ധേയമായ ഒരു കഥയാണ് ജുലൂസ്. 1947 ആഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം നേടി. ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിലെ ധാരാളം ധീരദേശാഭിമാനികളുടെ ത്യാഗത്തിൻ്റെ ഒരു വലിയ കഥയുണ്ട്. ഈ കഥയാണ് ഈ ഒരു ഏകാംഗിയിലൂടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. पुस्तक की ओर देखिए. नाट्य रूपांतर जुलूस. नेपथ्य में स्वराज्यों का जुलूस आ रहा है. लोग अंग्रेज़ों के खिलाफ नारे लगा रहे हैं और भारत माता की जय जयकार कर रहे हैं. നമ്മളെ ജുലൂസ് എന്ന ആ ഒരു നാട്യരൂപാന്തരം ആ ഒരു ഏകാംഗി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദൃശ്യം അതാണ് നിങ്ങൾ നോക്കേണ്ടത്. നേപഥ്യമേ സ്വരാജ്യം കാ ജുലൂസ് ആ രഹാ ഹേ. നേപഥ്യ അണിയറയിലെ സ്വരാജികളുടെ അല്ല ഭാരതീയരുടെ ജുലൂസ് എന്ന് പറയുന്നത് ജാഥ, സമരാണ്. ഒരു ജാഥ വരുന്നുണ്ട്. ലോക് അംഗ്രേസോ കെ ഖിലാഫ് നാര ലഗാ രഹേ ഹേ. നാര സ്ലോഗൻ, മുദ്രാവാക്യം. ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഖിലാഫ് വിരുദ്ധ നാര ലഗാ രഹേ ഹേ, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഭാരത് മാതാ കി ജയ് ജയാകാർ കർ രഹേ ഹേ. അതോടൊപ്പം തന്നെ ഭാരത് മാത എന്നുള്ള ജയാകാരങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. സഡക് സെ ലഗെ ബാസാർ മേ ദുക്കാൻദാർ ബഹസ് കർ രഹേ ഹേ. സഡക്കിനോട് ചേർന്നിരിക്കുന്ന റോഡിനോട് ചേർന്നിരിക്കുന്ന മാർക്കറ്റിലെ ദുക്കാൻദാർ ബഹസ് കർ രഹേ ഹേ. അവിടെ കച്ചവടക്കാരുടെ ഒരു വലിയൊരു ബഹസ്, ചർച്ച തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. ശംഭുനാഥ്. नारों को सुनकर व्यंग्य से देख रहे हैं ना दीन दयाल जी सबके सब काल के मुँह में जा रहे हैं. स्वराज लाने चले हैं
आगे पुलिस सवारों का दल खड़ा हुआ है मार मार कर भगा देगा. നമ്മൾ കാണുന്നത് എന്താണ്? റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ കച്ചവടക്കാർ തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഉന്മേ സെ ഏക് അല്ലെ, ആ കച്ചവടക്കാരിൽ ഒരാൾ, ഉസ്കാ നാം ഹെ ശംഭുനാഥ്. ശംഭുനാഥ് ഇസ് പ്രകാർ ബത്താത്തെ ഹെ നനാരോം കോ സുൻകർ വ്യംഗ്യ സെ. ഈ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ട് പരിഹാസത്തോടു കൂടി പറയാണ്, ദേഖ് രഹേ ഹെ നാ ദീൻ ദയാൽ ജി സബ്കെ സബ് കാൽ के मुंह में जा रहे हैं, स्वराज लाने चले हैं, आगे पुलिस सवारों का दल खड़ा हुआ है, मार मार कर भगा देगा. ദേഖ് രഹേ ഹെ നാ ദീൻ ദയാൽ ജി, നിങ്ങൾ കാണുന്നില്ലേ ദീൻ ദയാൽ ജി? അല്ല, ദീൻ ദയാൽ ജിയെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളിത് കാണുന്നില്ലേ? സബ്കെ സബ് കാൽ കെ മുഹമ്മേ ജാ രഹേ ഹെ, എല്ലാവരും എവിടത്തേക്കാണ് പോകുന്നത്? കാലൻ്റെ വായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വരാജ് ലാനെ ചലേ ഹെ, അല്ലെ, സ്വരാജ്യം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആകെ പുലിസ് സവാരോം കാ ദൽ ഖടാ ഹുവാ ഹെ, അവർക്ക് മുന്നിലായിട്ട് പോലീസ് സൈന്യത്തിൻ്റെ ഒരു കൂട്ടം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. മാർ മാർ കർ ഭഗാ ദേഗ, ഇപ്പം അവർ എന്ത് ചെയ്യും? അടിച്ച് ഓടിക്കും. ദീൻ ദയാൽ महात्मा जी भी सढ़िया गए हैं शंभूनाथ भैया, जुलूस निकालने से स्वराज मिल जाता तो कब का मिल गया होगा, तनिक देखो तो जुलूस में कौन है, लौडे लफंगे सिरे फिरे शहर का कोई बड़ा आदमी दिख रहा, तो फिर हमें क्या पड़ी है, अपनी दुकान बंद कर जुलूस में आए. ये सुनकर दीन दयाल महात्मा जी भी सढ़िया गए हैं शंभूनाथ भैया. शंभूनाथ भैया ആജ്കൽ മഹാത്മജി സഡ്യ ഹോ ഗേ ഹേ. സഡ്യ വയസ്സാവുക. മഹാത്മജിക്ക് എന്തായിട്ടുണ്ട്? പ്രായമായിട്ടുണ്ട്. ജുലൂസ് നിക്കാൽനെ സെ സ്വരാജ് മിൽ ജാത്ത തോ കബ് ക മിൽ ഗയാ ഹോത്താ. അല്ല, ഇങ്ങനെ ജാഥ നയിച്ചാലേ സ്വാതന്ത്ര്യം ലഭിക്കുമെങ്കിൽ നമുക്ക് എപ്പോഴാണത് ലഭിക്കുക? തനിക്ക് ദേഖോ തോ ജുലൂസ് മേ കോൻ, അല്ല, ജറാ ദേഖോ, ഒന്ന് നോക്കൂ, ഈ ഒരു ജാഥയിൽ ആരൊക്കെയാണുള്ളത്? ലൗഡേ ലഫംഗെ സിരേ ഫിരേ, അല്ലേ, നഗരത്തിലെ തലതിരിഞ്ഞ പോക്കിരി പിള്ളേരാണ് ഈ ജാഥയിൽ മുഴുവനായിട്ടുള്ളത്. ഷഹർക്ക കൊയ് ബഡ ആദ്മി ദിഖ് റഹ, പട്ടണത്തിലെ ഒരു വലിയ ആളെയും ഇതിൽ കാണപ്പെടുന്നില്ല. तो फिर हमें क्या पड़ी है अपनी दुकान बंद कर जुलूस में आए. ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ കടയടച്ചിട്ട് ആ ഒരു ജാഥയിലേക്ക് ചേരാം. बाजार में चप्पलें बेच रहा माइकू उन दोनों की बातें सुनकर ठट्ठा कर हंस पड़ता है. ഇവർ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടിട്ട് മാർക്കറ്റിലെ ചപ്പലേ ബേച്ചനെ വാലേ, മാർക്കറ്റിലെ ചെരുപ്പുകൾ വിൽക്കുന്ന മൈക്കു എന്ന വ്യക്തി അല്ലെ, ടഠാക്കർ ഹസ് പടുത്താ ഹേ, ഇവരുടെ സംസാരം കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. शंभूनाथ चिढ़कर तू अपनी चट्टियाँ और चप्पलें बेच माइकू टिड्ढिया काहे रहा, लगता है आज बिक्री विक्री अच्छी हो गई. शंभूनाथ को ये सुनकर शंभूनाथ चिढ़कर इस प्रकार कहता है, तू अपनी चट्टियाँ और चप्पलें बेच माइकू, നീ നിൻ്റെ ചട്ടി എന്ന് പറയുന്ന വള്ളിച്ചെരുപ്പാണ്, വള്ളിച്ചെരുപ്പുകളും അതേപോലെ ചപ്പലുകളും വിൽക്കുന്ന മൈക്കൂ ടിഠിയ കാഹേ രഹ, നീ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ലഗ്താ ഹേ ആജ് ബിക്രി വിക്രി അച്ചി ഹോ ഗയി, തോന്നുന്നു ഇന്ന് നിനക്ക് എന്താണ് കച്ചവടമൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന്. മൈക്കൂ വിക്രി വിക്രി ചോടോ ശംഭു ഭയ്യ, ഹസ് റഹാഹും തുമാരി ബാത് പേ, അല്ലേ, വിക്രി വിക്രിയൊക്കെ വിടൂ ശംഭു ഭയ്യ, അല്ലേ, ഹസ് റഹാഹും, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത്? തുമാരി ബാത് പേ, നിങ്ങളുടെ സംഭാഷണം കേട്ടിട്ടാണ്. ശംഭുനാഥ് കിസ് ബാത് പേ, അല്ല, ഞങ്ങളുടെ ഏത് കാര്യം കേട്ടിട്ട്? മൈക്കൂ अरे बड़े आदमी काहे जुलूस में आने लगे, अंग्रेज राज में कौन कमी, उन्हें कौन कमी, ठाठ से बंगलों और महलों में रहते हैं, मोटरों में घूमते हैं, मर तो हम लोग रहे जिनकी रोटियों का ठिकाना नहीं. അല്ലേ, അരേ ബഡേ ആദ്മി കാഹെ ജുലൂസ് മേ ആനെ ലഗേ, കാഹെ കേസെ, അല്ലെ, എങ്ങനെയാണ് വലിയ വലിയ ആളുകൾ ഈ ഒരു ജാഥയിൽ വരിക? അംഗ്രേസി രാജ് മേ ഉനെ കോൻ കമി, അല്ലെ, അംഗ്രേസി രാജ് ശാസൻ, അല്ലെ, ബ്രിട്ടീഷുകാരുടെ റൂൾ, അല്ലെ, ഭരണത്തിൽ അവർക്ക് എന്താണ് കുറവുള്ളത്? ഠാട്ട് സെ ബംഗലോ ആർ മഹലോ മേ രഹത്തെ ഹേ, അവരെന്താണ് ഠാട്ട് സെ, അല്ലെ, വളരെ സേഫായിട്ട് സുരക്ഷയോടെ ബംഗലോ ആർ മഹലോ മേ രഹത്തെ ഹേ, വലിയ വലിയ ബംഗ്ലാവുകളിലെ വീടുകളിൽ താമസിക്കുന്നു. മോട്ടറോ മേ ഘൂംത്തെ ഹേ, വാഹനങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. മർത്തോ ഹം ലോഗ് രഹേ, മരിക്കുന്നതാരാണ്? നമ്മളെപ്പോലെയുള്ള ആളുകളെ. ജിൻകി റോട്ടിയോ കാട്ടിക്കാനേ നഹി, ആർക്കാണോ അന്നന്നത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തത്, അങ്ങനെയുള്ള ആളുകളാണ് ജാഥയിൽ പങ്കെടുത്തിട്ട് മരിക്കുന്നത്.
शंभुनाथ कटाक्ष से। तुम ये सब बातें क्या समझेंगे मई को? जिस काम में 4 बड़े आत्मी अगुआ होते हैं, सरकार पर भी उनकी धाक बैठ जाती है। लौडे लफंगों का गोल भला हाकिमों की निगाह में क्या जंचेगा? ശംഭുനാഥ് കടാക്ഷസേ കടാക്ഷം നോക്കിയിട്ട് അല്ല മൈക്കുവിനെ നോക്കിക്കൊണ്ട് പറയാണ്, തും യെ ബാത്തെ സബ് ക്യാ സംചേങ്കെ മൈക്കോ? നീ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ മൈക്കോ? ജിസ് കാമെ 4 ബഡേ ആത്മീയ അഗുവ ഹോത്തെ ഹേ. ഏതൊരു പ്രവൃത്തിയിലാണ് 3-4 അല്ല വലിയ ആളുകളെ അല്ലെ മഹത്വമുള്ള ആളുകളെ അഗുവ ലീഡർ അല്ലെ ലീഡറായിട്ട് നിൽക്കുന്നത്, സർക്കാർ പർവിയോസ്കി ധാക് ബൈഠ് ജാതി ഹേ അല്ലേ. അതിനെ ആ ഒരു ജാഥയ്ക്ക് ആരെ സ്വാധീനിക്കാൻ കഴിയും? സർക്കാർ അല്ല സർക്കാരിനെ പോലും സ്വാധീനിക്കാൻ അതിന് കഴിയും. ലൗഡെ ലഫംഗോ കാ ഘോൽ ബലാ ഹാക്കിമോ കി നിഗാഹുമേ ക്യാ ചഞ്ചിക്കാം അല്ലേ. ഈ തലതിരിഞ്ഞ തെമ്മാടികളായ അല്ലേ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ആ ഒരു ഗോൾ, അവരുടെ കൂട്ടം ഭലാ ഹാക്കിമോ കി നിഗാഹുമേ അല്ലെ ഹാക്കിമോ കി നിഗാഹുമേ വലിയ വലിയ ഭരണാധികാരികളുടെ അല്ലെ നിഗാഹ് ദൃഷ്ടിയിലെ എന്താണ് ക്യാ ജഞ്ചേക, അവർക്കതെന്താണ് അത്ര നല്ലതായിട്ട് തോന്നുകയില്ല. മൈക്കോ, हमारा बड़ा आदमी तो वही है जो लंगोटी बांधे नंगे पाँव घूमता है, जो हमारी दशा सुधारने के लिए अपनी जान हथेली पर लिए फिरता है. वो है महात्मा गांधी. उसके आगे हमें किसी बड़े आदमी की परवाह नहीं. ले हमारा बड़ा आदमी तो वही है അല്ലേ. നമ്മുടെ ആ വലിയ മനുഷ്യൻ ആരാണ്? ജോ ലങ്കോട്ടി ബാന്ധെ നങ്കെ പാവ് ഘൂംതാ ഹേ. ആരാണോ ലങ്കോട്ടി ധരിച്ചിട്ട് നങ്കെ പാവ് അതായത് നഗ്നമായ പാദങ്ങളോടെ നടക്കുന്നത്. ജോ ഹമാരി ദശ സുധാരണയ്ക്ക് ലിയെ അപ്നി ജാൻ ഹഥേലി പർ ലിയെ ഫിർത്താ ഹേ. ആരാണോ നമ്മളുടെ ദശ അവസ്ഥ സുധാരണയ്ക്ക് ലിയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ജാൻ ഹഥേലി പർ രഖക്കാർ, ജാൻ ഹഥേലി പർ രഖന എന്ന് പറഞ്ഞാൽ ജീവൻ ഉള്ളം കയ്യിലെടുത്തിട്ട് അല്ലേ നടക്കുന്നത്. वो है महात्मा गांधी. वो बड़ा आदमी कौन है? महात्मा गांधी है. उसके आगे हमें किसी बड़े आदमी की परवाह नहीं. അദ്ദേഹത്തിൻ്റെ മുൻപിൽ നമുക്ക് അതിലും വലിയ ഒരു വ്യക്തി എന്താണ് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നേപഥ്യമേ ജുലൂസ് കെ നാരെ പ്രഖർ ഹോനെ ലഗ്തേ ഹേ. അപ്പോൾ ഇവരുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അണിയറയിലെ പശ്ചാത്തലത്തിൽ എന്താണ് ജുലൂസ് കെ നാരെ പ്രഖർ ഹോനെ ലഗ്തേ ഹേ. ആ ഒരു ജാഥയുടെ മുദ്രാവാക്യങ്ങളെ വളരെ തീക്ഷ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. दीन दयाल नया दारोगा बीरबल सिंह बड़ा जल्लाद है मई को. जुलूस के चौरास्ते पर पहुंचते ही हंटर लेकर पिल पड़ेगा. फिर देखना ये स्वराजी कैसे दुम दबाकर भाग गड़े होंगे. उधर देख मई को, देखे सिपाहियों ने जुलूसियों को रोक दिया है. संगीत. ദീൻ ദയാൽ നയാ ദാരോഗ ബീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹേ മൈക്കോ. ദീൻ ദയാൽ പറയാണ് നമ്മുടെ പുതിയ ദാരോഗ ഇൻസ്പെക്ടർ അല്ലെ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന ആരാണ്? ബീർബൽ സിംഗ് അല്ല ബീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹേ. ജല്ലാദ് ക്രൂര്, വളരെ ക്രൂരനാണ്. ജുലൂസ് കെ ചൗരാസ്തെ പർ പहुंचते ही ഹണ്ടർ ലേക്കർ പിൽ പടേക. ആ ഒരു ജുലൂസ്, ഈ ഒരു ജാഥ ചൗരാസ്ത അല്ല നാലും കൂടിയ ഒരു വഴി അല്ല ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്യും? ഹണ്ടർ ലേക്കർ, ഹണ്ടർ എന്താണ്? ചാട്ടവാർ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ഫിർ ദേഖ്ന യേ സ്വരാജി കെസെ ദും ദബാ ഭാഗ് ഗഡേ ഹോങ്കെ. പിന്നെ നമുക്ക് കാണാം ഈ സ്വരാജികളെ അല്ലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഇവരൊക്കെ എന്താണ് വാലും മടക്കി ഓടുന്നത് കാണാം. ഉദർ ദേഖ് മൈക്കു ദേഖ് സിപ്പാഹിയോനെ ജുലൂസിയോ കോ രോക് ദിയാ ഹേ. നോക്കൂ എന്ത് ചെയ്യാണ്? സിപ്പാഹികളെ എന്ത് ചെയ്യാണ്? ജുലൂസ് രോക് ദിയാ ഹേ. രോക്കിന തടയുകയാണ്. പിന്നീട് നമ്മൾ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന എന്താണ്? സംഗീത ശബ്ദമാണ്. ദൃശ്യാന്തർ, ഇവിടെ ദൃശ്യം മാറുകയാണ്. ആ ഒരു നാടകത്തിൻ്റെ ദൃശ്യം മാറുകയാണ്. സിപ്പാഹിയോ കെ സാത്ത് ഘോഡെ പർ സവാർ ദാരോഗ ബീർബൽ സ്വരാജ്യം പർ ഗർജത്താ ഹേ. പിന്നെ നമ്മൾ കാണുന്നത് ഭടന്മാരോടൊപ്പം അല്ലെ ഘോഡെ പർ സവാർ ഹോക്കർ കോൻ ആത്താ ഹേ? ബീർബൽ സിംഗ് ആത്താ ഹേ. അല്ലെ കുതിരപ്പുറത്ത് ബീർബൽ സിംഗ് വരികയാണ്. ബീർബൽ സിംഗ് ഇന്ത്യക്കാരനാണ്. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ എന്ത് ചെയ്യുന്നത്? അവരോടൊപ്പം ചേർന്നിരിക്കുന്നത്. ബീർബൽ സിംഗ് रुक जाओ तुम लोगों को आगे जाने का हुक्म नहीं है. ബീർബൽ സിംഗ് അവിടെ ജാഥയെ തടഞ്ഞുകൊണ്ട് പറയുകയാണ് അല്ലെ രുക്ക് ജാവോ, ഇവിടെ നിൽക്കൂ അല്ലേ. തും ലോഗോക്കോ ആകെ ജാനെ കാ ഹുക്കും നെഹി ഹെ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഹുക്കും ഓർഡർ ഇല്ല. ജുലൂസ് മേ ദബി ജുബാൻ സെ ഖുസർ ഫുസർ ये नया दारोगा है. हाँ भाई, इसी का नाम बीरबल सिंह है.
सुना है बड़ा जल्लाद है, शांत भाइयों शांत, सुनो इब्राहिम अली दारोगा से क्या कह रहे हैं. ജുലൂസ് മേ ദബി ജുബാൻ സെ ഖുസ്സർ ഫുസ്സർ. എപ്പോഴാണ് ആ ഒരു ജാഥയിലെ അടക്കിയ സ്വരത്തിലുള്ള സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലെ, ഖുസ്സർ ഫുസ്സർ എന്ന് പറയുന്നത് പിറുപിറുക്കൽ, മെല്ലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ നയാ ദാരോഗ ഹേ, ഇതാണ് പുതിയ ഇൻസ്പെക്ടറെ. ഹാ ഭൈ, ഇസി കാ നാം ബീർബൽ സിംഗ് ഹേ, ഇയാളുടെ പേരാണ് ബീർബൽ സിംഗ്. സുനാ ഹേ ബഡാ ജല്ലാദ് ഹേ, കേട്ടിട്ടുണ്ട് ഇയാൾ വളരെ ക്രൂരനാണ്. ശാന്ത് ഭായിയോ ശാന്ത്, അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് അടങ്ങൂ. സുനോ ഇബ്രാഹിം അലി ദാരോഗ സെ ക്യാ കഹ രഹേ ഹേ, കേൾക്കൂ ഇബ്രാഹിം അലി ദാരോഗയോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലി ऊंचे स्वर में, दारोगा साहब मैं आपको इत्मीनान दिलाता हूँ कि किसी किस्म का दंगा फसाद न होगा. हम दुकानें लूटने या मोटरें तोड़ने नहीं निकले हैं, हमारा मकसद इससे कहीं ऊंचा है. അല്ലെ, ഊഞ്ചെ സ്വർമേ. അപ്പോൾ ഇബ്രാഹിം അലി ഈ ഒരു ജാഥയുടെ ജുലൂസിനെ നയിക്കുന്നത് ഇബ്രാഹിം അലിയാണ്, വലിയൊരു നേതാവാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഊഞ്ചെ സ്വർമേ, വളരെ ഉയർന്ന സ്വരത്തിൽ സംസാരിക്കുകയാണ്. ദാരോഗ സാഹബ് മേ അപ്പോ ഇത്മീനാൻ ദിലാത്താഹും. ഇത്മീനാൻ ദിലാന എന്താണ്, ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. കിസി കിസ്മുക്ക ദംഗ ഫസാദ് ന ഹോക്ക, നിങ്ങൾക്ക് ഞാൻ വാക്ക് തരികയാണ്, ഇവിടെ കിസി കിസ്മുക്ക യാതൊരു തരത്തിലുള്ള ദംഗ ഫസാദ് ന ഹോക, ദംഗ യുദ്ധം ലഹള ഇവിടെ പൊട്ടിപ്പുറപ്പെടില്ല. ഹം ദുക്കാനെ ലുട്ടിനെ യാ മോട്ടറെ തോടിനെ നെഹി നിക്കലെ ഹേ, ഞങ്ങളെ ദുക്കാൻ അല്ലെ കടകൾ കൊള്ളയടിക്കാനോ, ലുട്ടിനെ അല്ലെ മോട്ടോരെയും തോടിനെ അതേപോലെ വാഹനങ്ങൾ പൊട്ടിക്കാനോ വേണ്ടി പുറപ്പെട്ടവരല്ല. അല്ലെ, ഹം ദുക്കാനെ ലൂട്ടിനെ യാ മോട്ടോരെയും തോടിനെ നെഹി നിക്കലെ ഹേ, ഹമാര മക്സദ് ഇസ്സെ കഹിം ഉഞ്ചാ ഹേ. മക്സദ് ലക്ഷ്യം അല്ല, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഇതിലും കുറച്ചുകൂടെ വലുതാണ്. ബീർബൽ സിംഗ് ഇബ്രാഹിം സാഹബ് മുझे यह हुक्म है कि जुलूस यहाँ से आगे न जाने पाए. അപ്പോൾ ये सुनकर ബീർബൽ സിംഗ് इस प्रकार कहते हैं, എന്താ പറയുന്നത്, ഇബ്രാഹിം സാഹബ് അല്ല, മുझे यह हुक्म है कि जुलूस यहाँ से आगे न जाने पाए, എനിക്ക് ഈ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്, ഈ ജാഥ ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങരുത്. ഇബ്രാഹിം അലി ആപ്പ് അപ്പനെ അഫ്സറോ സെ സറാ പൂച്ച് ലേ. അപ്പോൾ ഇബ്രാഹിം അലി പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഓഫീസറോട് ചോദിച്ചു നോക്കൂ. ബീർബൽ സിംഗ് മേസ്കി കോയി ജറൂരത്ത് നഹി സമജ്താ, എനിക്കതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. ഇബ്രാഹിം അലി तो हम लोग यही बैठते हैं, जब आप लोग चले जाएंगे तो हम निकल जाएंगे. तो ഇബ്രാഹിം അലി പറയുകയാണ്, तो हम लोग यही बैठते हैं, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. എന്താണ്, ജബ് ആപ് ലോഗ് ചലേ ജായെങ്കിൽ തോ ഹം നിക്കൽ ജായെങ്കിൽ, നിങ്ങൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോവുക അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പുറപ്പെടും. ബീർബൽ സിംഗ് യെ ഹം ഖഡേ ഹോനെ കാ ഹുക്കും ഭി നഹി ഹേ, ഇവിടെ നിൽക്കാനുള്ള ഓർഡറും എന്താണ് നിങ്ങൾക്കില്ല. ആപ് ലോഗോं को वापस जाना पड़ेगा, നിങ്ങൾക്കിവിടെ നിന്ന് എന്താണ് തിരിച്ചു പോകേണ്ടി വരും. ഇബ്രാഹിം അലി गंभीरता से वापस तो हम न जाएंगे, आपको या किसी को हमें रोकने का कोई हक नहीं है. आप अपने सवारों, संगीनों और बंदूकों के जोरों शोर से हमें रोकना चाहते हैं, रोक लीजिए, मगर आप हमें लौटा नहीं सकते. ഇബ്രാഹിം അലി ഗംഭീരദാസേ. ഇബ്രാഹിം അലി വളരെ ഉറച്ച സ്വരത്തിലാണ് പറയുന്നത്, വാപ്പസ് തോ ഹം ന ജായേങ്കെ, ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഇവിടെ നിന്ന് തിരിച്ചു പോവുകയില്ല. അബ്കോ യാ കിസിക്കോ ഹമേ രോക്നെ കാ കൊയ് ഹക്ക് നഹി ഹേ, താങ്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഞങ്ങളെ തടയാനുള്ള അധികാരമില്ല. ആപ് അപ്നെ സവാരോ സംഗീനോ और बंदूकों के जोर से हमें रोकना चाहते हैं, നിങ്ങൾ നിങ്ങളുടെ അല്ലേ സവാരോസെ അല്ല നിങ്ങളുടെ സൈന്യം കൊണ്ടോ, അല്ലെങ്കിൽ സംഗീനോസെ, സംഗീൻ എന്ന് പറയുന്നത് ബയണറ്റാണ്, തോക്കിൻ്റെ അറ്റത്തുള്ള കൂർത്ത ഭാഗമാണ്. और ബന്ദൂക്കോസെ അല്ലെ തോക്ക് കൊണ്ടോ, സോർസെ ഹമേ രോക്ന ചാത്തെ ഹേ അല്ല ബലമായിട്ട് ഞങ്ങളെ തടയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ രോക്ക് ലീജിയെ തടഞ്ഞോളൂ, മഗർ ആപ് ഹമേ ലൗട്ടാ നഹി സക്തേ, എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചയക്കാൻ കഴിയില്ല. ബീർബൽ സിംഗ് തൈസ്മേ ഹമാരാ ഹുക്കും ക്യാ ആപ്കോ സുനായി നഹി പടാ. അപ്പോൾ ബീർബൽ സിംഗ് തൈസ് ക്രോധത്തിലാണ് പറയുന്നത്, ഹമാരാ ഹുക്കും ഞങ്ങളുടെ ഓർഡർ ലൈക്യാ തുമക്കോ സുനായി നഹി പടാ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ. ഇബ്രാഹിം അലി न जाने वो दिन कब आएगा जब हमारे भाई बंद ऐसे हुक्मों का
तामिल करने से साफ इनकार कर देंगे जिनकी मंशा महज कौम को गुलामी की जंजीरों में जगड़े रखना है. न जाने वो दिन कब आएगा. ആർക്കറിയാം അങ്ങനെയുള്ളൊരു ദിവസം എപ്പോഴെത്തുമെന്ന്. ജബ് ഹമാരെ ഭായി ബന്ദ് അല്ലെ, എപ്പോഴാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ അല്ലെ ഹുക്കുമോക്കോ താമിൽ കർണേ സെ സാഫ് ഇൻകാർ കർ ദേംഗെ, നിങ്ങളുടെ ഓർഡറുകളെ താമിൽ കർണ എന്താണ്, നിരസിക്കാൻ അല്ലെ, സാഫ് ഇൻകാർ കർ ദേംഗെ, അവർ ക്ലിയർ ആയിട്ട് അത് നിരസിക്കാൻ തയ്യാറാവുന്നത് ജിസ്കി മംസ മഹസ് അല്ലെ, അതിനുള്ള ഇച്ഛ അല്ലെ, മഹസ് കൗം കോ ഗുലാമി കി ജഞ്ചീരോ മേ ജഗഡെ രഖ്ന ഹേ അല്ലെ, അത് കേവലം എന്താണ്, നമ്മുടെ രാഷ്ട്രത്തെ ഗുലാമി കി ജഞ്ചീരോ മേ അടിമത്തത്തിൻ്റെ ചങ്ങലയിലെ എന്താണ് ജഗഡിന എന്താണ് ബന്ധിക്കാൻ വേണ്ടി ആണ്. ബീർബൽ സിംഗ് विनम्र होकर डीएसपी साहब आ रहे हैं इब्राहिम साहब, उससे पहले आप लोग वापस लौट जाएंगे. അപ്പോൾ ബീർബൽ സിംഗിനെ ഭയപ്പെടുത്തുകയാണ് ആര്, ഇബ്രാഹിം അലി. എന്താ പറയുന്നത്, വിനമ്ര ഹോക്കർ അല്ലേ, വളരെ വിനയത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഡി എസ് പി സാഹബ് ആ രഹേ ഹേ, ആര് വരുന്നുണ്ട്, ഡി എസ് പി സാഹബ് വരുന്നുണ്ട്. അല്ലെ, ഉസ്സെ പഹലെ ആപ് ലോഗ് വാപ്പസ് ലൗട്ട് ആയേ, നിങ്ങൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, തിരിച്ചു പോകണം. സ്വരാജി സമവേദ സർമേ ഹം നഹി ജായെങ്കെ ഹം നഹി ജായെങ്കെ. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് എല്ലാ സ്വരാജികളും സമവേദ സ്വരമേ ഒരേ സ്വരത്തിൽ പറയാണ്, ഹം നഹി ജായെങ്കെ, ഞങ്ങൾ പോകില്ല. ബീർബൽ സിംഗ് ഫിർ സെ സോച്ച് ലേ ബഹുത്ത് നുക്സാൻ ഉഠാന പടേഗ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. സ്വരാജി സമവേദ് സ്വർമേ ഹമേ കൊയ് മലാൽ നഹി, ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത് മാതാ. സ്വരാജി സമവേദ സ്വരമേ, അപ്പോൾ സ്വരാജികളെല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്, ഒരേ സ്വരത്തിൽ പറയാണ്, ഹമേ കൊയ് മലാൽ നഹി, മലാൽ ദുഃഖ്, ഞങ്ങൾക്ക് അതിൽ ദുഃഖമില്ല, ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത്, ജയ് ഭാരത്. അവരൊച്ചത്തിൽ ഭാരത് മാതാവിനെ വിളിക്കുകയാണ്. ബീർബൽ സിംഗ് ആദേശാത്മക് സ്വരമേ സിപ്പാഹിയോ ലാട്ടി ചാർജ് കരോ. അപ്പോൾ ബീർബൽ സിംഗ് അവരുടെ ഭടന്മാർക്ക്, അവരുടെ സൈനികർക്ക് ഓർഡർ കൊടുക്കുകയാണ് ലാത്തി ചാർജ് ചെയ്യാനായിട്ട്. लाठी चार्ज की ध्वनि, घोड़ों की टापों और हिन हिनाने की आवाज़ों के बीच स्वराजियों के घायल होने के आर्तस्वर. നമ്മൾ കേൾക്കുകയാണ് ലാട്ടി ചാർജ് കി ധ്വനി, ലാത്തി ചാർജിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ഘോഡോം കി ടാപ്പോം കി ഹിൻ ഹിനാനെ കി ആവാസ് കെ ബീച്ച് അല്ലേ, അതായത് കുതിരയുടെ ടാപ്പ് കുളമ്പാണ്, കുളമ്പ്, അതേപോലെ തന്നെ അതിൻ്റെ ശബ്ദമുണ്ട് ഹിൻ ഹിനാൻ, അതിൻ്റെ കരച്ചിലാണ്, ഉച്ചത്തിലുള്ള കരച്ചിൽ. അതോടൊപ്പം തന്നെ അല്ലേ സ്വരാജിയോ കെ ഘായൽ ഹോനെ കെ ആർത്തസ്വർ അല്ലെ, സ്വരാജികൾക്ക്, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അല്ലേ ഘായൽ ഹോനെ കെ മുറിവേറ്റതിൻ്റെ ആർത്തനാദവും നമ്മൾ കേൾക്കുന്നുണ്ട്. ബീർബൽ സിംഗ് ചേതാവനി ഭരെ സ്വർ മേ അഭി ഭി വക്ത് ഹെ ഇബ്രാഹിം അലി സാഹബ് ആപ് മേരെ സാമനെ സെ ഹട്ട് ജായേ. ചേതാവനി ഭരെ സ്വരമേ, ചേതാവനി എന്താണ്, മുന്നറിയിപ്പ് അല്ലെ, മുന്നറിയിപ്പ് നിറഞ്ഞ സ്വരത്തിലാണ് ബീർബൽ സിംഗ് പറയുന്നത്. അഭി ബി വക്ത് ഹേ, ഇപ്പോഴും എന്താണ്, സമയമുണ്ട്. ഇബ്രാഹിം അലി സാഹബ് ആപ് മേരെ സാമനെ സെ ഹട്ട് ജായേ, ഇബ്രാഹിം അലി സാഹബ് നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ നിന്ന് മാറി നിൽക്കൂ. ഇബ്രാഹിം അലി ചുനൗത്തി ഭരെ സ്വരമേ ആപ് ബാറ്റൻ ചലായേ ദാരോഗാജി. അപ്പോൾ ഇബ്രാഹിം അലി ചുനൗത്തി ഭരെ സ്വരമേ, ചുനൗത്തി എന്താണ്, വെല്ലുവിളിച്ചുകൊണ്ട്, ചാലഞ്ച് ചെയ്തുകൊണ്ട് പറയാണ് ആപ് ബാറ്റൻ ചലായേ ദാരോഗാജി, താങ്കൾ എന്താണ് ചാട്ടവാർ വീശിയാലും. सिर पर बैटन से वार होते ही इब्राहिम अली की कारुणिक आह निकलती है और अगले ही पल उनका सिर घोड़े की टापों के नीचे आकर फट जाता है. स्वाधीनता सेनानी अधीर हो जाते हैं. तो सिर पर बैटन से वार होते ही इब्राहिम अली की कारुणिक आह निकलती है. പെട്ടെന്ന് തന്നെ അല്ല തലയിൽ ആ ഒരു ചാട്ടവാർ കൊണ്ട് അടി വീണതും ഇബ്രാഹിം അലിയുടെ ദയനീയമായ കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. और अगले ही पल അല്ലെ അടുത്ത നിമിഷം ഉസ്കാ സിർ ഘോടയ്ക്ക് ടാപ്പോക്കെ നീച്ചെ ആക്കർ ഫട്ട് ജാത്താ ഹെ, അദ്ദേഹത്തിൻ്റെ തല കുതിരയുടെ കുളമ്പിനടിയിൽപ്പെട്ട് പൊട്ടിപ്പോകുന്നു. സ്വാധീനതാ സേനാനി അധീർ ഹോ ജാത്തെ ഹെ, ആ സ്വാതന്ത്ര്യ സമര സേനാനി അവിടെ അധീരനായി പോവുകയാണ്. സ്വരാജി ഏക്, ഇനി നമ്മൾ കേൾക്കുന്നത് സ്വരാജി ആയിരിക്കുന്ന ഒരാളുടെ ശബ്ദമാണ്. ഖബ്രായ സർമേ അല്ലെ, വളരെ ഖബ്രാന എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ച സ്ഥലത്ത് പറയുകയാണേ. അരേ ദേഖോ ദേഖോ ദാരോഗാനെ അപ്നാ ഘോട ഇബ്രാഹിം അലി കെ ഊപ്പർ ചട്ടാ ദിയാ ഉൻകാ സിർ ഫട്ട് ഗയാ. അല്ലേ, അരേ ദേഖോ ദേഖോ, നോക്ക് നോക്ക്, ദാരോഗാനെ അപ്നാ ഘോട
അല്ലെ ദാരോഗ എന്ത് ചെയ്യാണ്, തൻ്റെ കുതിരയെ ഇബ്രാഹിം അലിക്ക് ഊപ്പർ ഛഡ് ദിയ, ഇബ്രാഹിം അലിയുടെ മുകളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഉൻക സിർ ഫട്ട് ഗയ, അദ്ദേഹത്തിൻ്റെ തല പൊട്ടിപ്പോയി. സ്വരാജി ദോ, സിർ സെ ഖൂൻ നിക്കൽ രഹാ ഹേ, ജല്ലാദ് ദാരോഗ അംഗ്രേസോ കാ പിട്ടു ഹേ തു. സിർ സെ ഖൂൻ നിക്കൽ രഹാ ഹേ, അടുത്ത സ്വരാജി പറയാണ് തലയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ജല്ലാദ് ദാരോഗ, ക്രൂരനായ ഇൻസ്പെക്ടർ. അംഗ്രേസോ കാ പിട്ടു ഹേ തു, നീ ബ്രിട്ടീഷുകാരുടെ ദാസനല്ലേ. स्वराजी 3, हम किराए के टट्टू नहीं है जो तेरी निर्दयता से टट कर पलट ले. स्वाधीनता के सच्चे सेवक हैं, अपनी जान दे देंगे मगर भारत माँ के हाथों में बेड़ियाम नहीं बर्दाश्त करेंगे. भारत माता की जय. सभी स्वराजी दोहराते हैं, साथ ही चारों ओर चीख पुकार के आर्त स्वर गूंजते हैं. स्वराजी 3, മൂന്നാമത്തെ ആൾ പറയാണ് ഹം കിരായക്ക് ടെട്ടു നെഹി ഹേ, ഞങ്ങൾ എന്താണ് വാടകയ്ക്കെടുത്ത ടെട്ടു കുതിരകളല്ല അല്ലെ. ജോ തെരി നിർദ്ദയത സെ ഡർ കർ പലട്ട് ജായേ, ഓ നിൻ്റെ നിർദ്ദയതയോടെയുള്ള ഈ ഒരു സംഭാഷണം കേട്ടിട്ട് പിന്തിരിഞ്ഞു പോകാൻ, അല്ലേ, നിന്നെ പേടിച്ച് പോകാൻ ഞങ്ങൾ വാടകയ്ക്കെടുത്ത കുതിരകളൊന്നുമല്ല. സ്വാധീനതയ്ക്ക് സച്ച് സേവക് ഹേ, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല സേവകന്മാരാണ്. अपनी जान दे देंगे मगर भारत माँ के हाथ में बेड़ियाम नहीं बर्दाश्त करेंगे. അല്ലേ, ഞങ്ങളെന്താണ് ജാൻ ദേനെ പർ ബി, ജീവൻ കൊടുത്താൽ പോലും ഭാരത് മാതാവിൻ്റെ കൈകളിലെ വിലങ്ങണിയിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ല. ബർദാസ്ത് കർണ സഹിക്കുക, അല്ലെ, ഭാരതമാതാവിൻ്റെ കൈകളിലെ വിലങ്ങ് ഞങ്ങൾ സഹിക്കില്ല എന്ന് പറയുന്നത്. ഭാരത് മാതാ കി ജയ്. സഭി സ്വരാജി ദുഹ്റാത്തെ ഹേ, എല്ലാ സ്വരാജികളും അതെന്ത് ചെയ്യാണ്, പറയുകയാണ്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുകയാണ്. സാഥ് ഹി ചാരോം ഓർ ചീങ്ക് പുകാർ കെ ആർത്തസ്വർ ഖീഞ്ച്തെ ഹേ, അതോടൊപ്പം തന്നെ നാലു ഭാഗത്ത് നിന്നും ആർത്തനാദങ്ങൾ, നിലവിളികൾ ഉയരുന്നുണ്ട്. സംഗീത് ആസാദിക്ക് കിസി ഗീത് ധുൻ. പിന്നെ നമ്മൾ കേൾക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏതോ ഒരു ഗീതത്തിൻ്റെ ഒരു ശബ്ദമാണ്. ദൃശ്യാന്തർ, വീണ്ടും അവിടെ ദൃശ്യം മാറുകയാണ്. ബാസാർ മേ ധടാ ധഡ്, दुकानों के शटर गिरने लगते हैं, तनाव भरी टिप्पणियाँ. ബാസാർ മേ, അല്ല മാർക്കറ്റിൽ എന്താണ്, ഷട്ടർ ഗിർനേക്ക് സ്വർ സുനായി പെടുത്തെ ഹേ, എല്ലാ കടകളും എന്ത് ചെയ്യാണ്, അടക്കുകയാണ്. ഷട്ടർ വീഴുന്ന സ്വരാണ് നമ്മൾ കേൾക്കുന്നത്. തനാവ് ഭരി ടിപ്പണിയാ, പിന്നെ എന്താണ്, എന്തൊക്കെയോ അറിയിപ്പുകളും അവിടെ കേൾക്കുന്നുണ്ട്. സുൻത്തെ ഹോ ഇബ്രാഹിം അലി ഘോഡെ സെ കുച്ചൽ ഗയേ, കേൾക്കൂ, ഇബ്രാഹിം അലി എന്താണ്, ഘോഡെ സെ കുച്ചൽ ഗയേ, കുതിരപ്പുറത്തേന്ന് കുതിരയാൽ എന്താണ് ചവിട്ടി മതിക്കപ്പെട്ടു. കൈ സ്വരാജി ജഗ്മി ഹോഗേ, ധാരാളം സ്വരാജികൾ എന്തായിട്ടുണ്ട്, ജഗ്മി എന്താണ് മുറിവേൽക്കപ്പെട്ടിട്ടുണ്ട്. നവേ പീച്ചെ ഹട്ടെ ഹേ എന്ന പോലീസ് ആകെ ജാനേ ദേതി ഹേ, അവർ പിന്നോട്ട് മാറുന്നില്ല, പോലീസ് അവരെ മുന്നോട്ട് പോകാനും അനുവദിക്കുന്നില്ല. ഷഹർമേ തനാവ് ഫൈൽ രഹാ ഹേ, പട്ടണത്തിൽ മുഴുവൻ എന്താണ് ടെൻഷൻ ഉണ്ടായിരിക്കുകയാണ്. മൈക്ക് अब तो भाई रुका नहीं जाता, मैं भी जुलूस में शामिल होगा. അപ്പോൾ മൈക്കോ ശംഭുനാഥൊന്നും ഇതേവരെ എന്താണ് ആ ഒരു ജാഥയിൽ പങ്കെടുത്തിട്ടില്ല. അവരിപ്പോൾ പറയാണ് അബത്തോ ഭായി രുക്കാൻ നഹി ജാത്ത, ഇനി എന്താണ് നിൽക്കാൻ കഴിയില്ല. മേ ബി ജുലൂസ് മേ ഷാമിൽ ഹോക, ഞാനും ആ ഒരു ജുലൂസിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ് മൈക്കോ ഇറങ്ങി പുറപ്പെടുകയാണ്. ദീൻ ദയാൽ, ദുക്കാൻ ബന്ദ് കർ മേ ഭി തുമാരെ സാത്ത് ചലത്താ ഹും. മൈക്കോ ശംഭു തും ക്യാ സോച്ച് രഹി ഹോ. ദീൻ ദയാൽ പറയാണ് ദുക്കാൻ ബന്ധുക്കാർ, കടയടച്ചിട്ട് ഞാനും നിങ്ങളോടൊപ്പം വരികയാണ്. മൈക്കു ശംഭു തും ക്യാ സോച്ച് രഹേ ഹോ, മൈക്കു ശംഭു നിങ്ങൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്. ശംഭുനാഥ്, വിരോധ് മേ പൂരാ ബാസാർ ബന്ദ് ഹോ രഹാ, मैं कैसे अपनी दुकान खुली रख सकता हूँ, एक दिन तो मरना ही है, जो कुछ होना है हो, आखिर वे लोग सभी के लिए तो जान दे रहे हैं. ശംഭുനാഥ്, വിരോധ് മേ പൂരാ ബാസാർ ബന്ദ് ഹോ രഹാ, ഇതിനെതിരായിട്ട് മുഴുവൻ മാർക്കറ്റുകൾ എന്താണ് അടയ്ക്കുകയാണ്. ലെമേ കേസെ അപ്നി ദുക്കാൻ ഖുലി രഖ സക്താ ഹും, ഞാൻ എങ്ങനെ എൻ്റെ കട തുറന്നിടും. അല്ലെ, എക് ദിൻ തോ മർണ ഹി ഹേ, ഒരു ദിവസം തീർച്ചയായും എന്താണ് മരിക്കേണ്ടതാണ്. ജോ കുച്ച് ഹൊനാ ഹേ ഹോ, അല്ലെ എന്തൊക്കെയാണ് വരാനുള്ളത് അതൊക്കെ വരും. ആഖിർ വേ ലോഗ് സഭി കെ ലിയെ തോ ജാൻ ദേ രഹേ ഹേ, അല്ലെ അവസാനം എല്ലാവരും എന്താണ്, എല്ലാവർക്കും വേണ്ടി എന്താണ്, അല്ല സഭി കെ ലിയെ തോ ജാൻ ദേ രഹേ ഹേ, എല്ലാവർക്കും വേണ്ടി ജീവൻ കൊടുക്കുകയാണ്.
നേപഥ്യമേ സൈക്കഡവും ലോകവും കി ഉത്തേജിത് ആവാസ് ആത്തി ഹെ. പിന്നണിയിൽ നിന്ന് നമ്മൾക്ക് ധാരാളം ആളുകളുടെ വളരെ ആവേശകരമായ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. മാരോ മാരോ സിപ്പാഹിയോ കോ മാരോ. അവർ വിളിച്ചു പറയുകയാണ് സിപ്പാഹികളെ കൊല്ലൂ അല്ലേ. യേ അപ്നെ ഹി ഭായി ബന്ധു ഹേ മഗർ അംഗ്രേസൊക്കെ പിട്ടു ബൻ ഗേ ഹേ. ഇവരെന്താണ് നമ്മളുടെയൊക്കെ സഹോദരങ്ങളാണ്, എന്നാൽ ഇവരിപ്പോഴെന്തായിരിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ കാവൽ നായ്ക്കളെ ആയിരിക്കുകയാണ്, സേവകരായിരിക്കുകയാണ്. സംഗീത് ആസാദി കി ധുൻ. വീണ്ടും എന്താണ് നമ്മൾ പിന്നണിയിലെ ആസാദിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ദൃശ്യാന്തർ, ദൃശ്യപരിവർത്തൻ. उमड़ती चली आ रही उत्तेजित भीड़ का स्वर नज़दीक आ रहा है, तभी एक मोटर कार के स्टार्ट होने की ध्वनि. उमड़ती चली आ रही उत्तेजित भीड़ का स्वर नज़दीक आ रहा है. ഉമ്മടിന അതാണ് വളരെ ആവേശത്തിൽ ആർത്തലച്ചു വരുന്ന ഒരു വലിയൊരു ഭീഡ്, ഒരു ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. തബി ഏക് മോട്ടോർ കാർ സ്റ്റാർട്ട് ഹോനേക്ക് ധ്വനി. അപ്പോഴാണ് ഒരു മോട്ടോർ കാർ സ്റ്റാർട്ടാക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ബീർബൽ സിംഗ് ഖബറാക്കർ അല്ല, ബീർബൽ സിംഗ് പരിഭ്രമിച്ചുകൊണ്ട് അരേ DSP സാഹബ് तो चल दिए, अब मैं क्या करूं, अहिंसा के व्रतधारियों पर डंडे बरसाना और बात है, हिंसक भीड़ का सामना करना. और आदेशात्मक स्वर में सिपाहियों आहिस्ता से पीछे हट लो, घोड़ों की टापों के मुड़ने का स्वर. അപ്പോൾ ബീർബൽ സിംഗ് ഖബറാക്കറില്ല, പരിഭ്രമിച്ചുകൊണ്ട് ബീർബൽ സിംഗ് പറയാണ് അരേ DSP സാഹബ് तो चल दिए. അപ്പോൾ മോട്ടോർ ബൈക്കിൽ സ്റ്റാർട്ടാക്കുന്നൊരു ശബ്ദം കേട്ടത് ആര് പോയതാണ്? DSP സാഹബ് പോയി അല്ലേ. അപ്പം ഈ ക്യാ കരൂ, ഇനി ഞാൻ എന്ത് ചെയ്യും? അഹിംസക്കെ വ്രതധാരിയോ പർ ടണ്ടേ ബർസാന ഔർ ബാത്ത് അല്ലേ. അഹിംസയെ വ്രതമാക്കിയിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളിലെ എന്താണ് ചട്ടവാറ് കൊണ്ട് അടിക്കുക എന്ന് പറയുന്നതൊരു കാര്യം അല്ലേ. ഹിംസക് ഭീഡ് കാ സാമന കർണ ഔർ അല്ലേ. ഹിംസാത്മകമായ ഒരു ഭീഡ്, ഒരു വലിയൊരു ജനക്കൂട്ടത്തെ നേരിടുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. ആദേശാത്മക് സ്വർമി, പിന്നെ എന്താണ് ഓർഡറോട് കൂടി പറയാണ് സിപ്പാഹിയോ അഹിസ്താസെ പീച്ചെ ഹട്ടോ. സിപ്പാഹി ഭടന്മാരോട് പറയാണ് മെല്ലെ എന്താണ് പീച്ചെ ഹട്ടോ, പിന്നിലേക്ക് മാറിക്കോ. ഘോടവും കാട്ടാപ്പൊക്കെ മുട്ടിനെ കസർ. പിന്നെ നമ്മൾ കേൾക്കുന്നത് കുതിരകളെ തിരിച്ചു പോകുന്നതിൻ്റെ ശബ്ദമാണ്. കുതിര കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. ഇബ്രാഹിം അലി कराहते हुए क्यों कैलाश ये आवाज़ें कैसी है, क्या लोग शहर से आ रहे हैं. അപ്പോൾ ഇബ്രാഹിം അലി അപ്പോഴാണ് കരയുന്ന സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ലക്യോം കൈലാസ്. കൈലാസ് എന്ത് ചെയ്യാണ്? ഇബ്രാഹിം അലിയുടെ മുറിവുകളൊക്കെ വെച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൈലാസിനോട് ചോദിക്കുകയാണ് ഈ ആവാസെ കൈസെ ഹേ, എന്ത് ശബ്ദമാണ് കേൾക്കുന്നത്? ക്യാ ലോക് ഷഹർ സെ ആ രഹേ ഹേ, പട്ടണത്തിൽ നിന്ന് ജനങ്ങൾ വരികയാണോ? കൈലാസ് ചിന്തിത് ഹോക്കർ ജി ഹാം ഹസാരോം ആത്മീ ഹേ. കൈലാസ് അല്പം ചിന്തിച്ചിട്ട് പറയാണ് അല്ലേ. ജി ഹാം അതെ, ഹസാരോം ആദ്മി ഹേ, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇബ്രാഹിം അലി तो हम अब खैरियत नहीं, झंडा लौटा दो, हमें फ़ौरन लौट चलना चाहिए, नहीं तो तूफ़ान मच जाएगा. हमें अपने भाइयों से लड़ाई नहीं करनी है, कहो कहो सबसे वापस लौट चले. അപ്പോൾ ഇബ്രാഹിം അലി तो अब खैरियत नहीं, ഇനി എന്താണ് ജനങ്ങൾ ആർത്തനച്ച് വരികയാണ്. ഇനി ഒരിക്കലും എന്താണ് ഈ സമരം നമുക്ക് അഹിംസാത്മകമായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇനി നല്ലത് വരില്ല. ഖൈരിയത്ത് നഹി ജണ്ട ലൗട്ടാതു. അതുകൊണ്ട് നമ്മൾ എന്താണ് കൊടി എല്ലാം നമുക്ക് പതാക എന്താണ് തിരിച്ചു വിടണം. ഹമേ ഫൗരൻ ലൗട്ട് ചലന ചാഹിയെ, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. നഹിത്തോ തൂഫാൻ മച്ച് ജായേഗ, ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാകും. ഹമേ അപ്നെ ഭായിയോ സെ ലഡായി നഹി കർണി ഹേ, നമുക്കെന്താണ് നമ്മുടെ സഹോദരങ്ങളോടൊപ്പം എന്താണ് യുദ്ധം ചെയ്യാൻ എന്താണ് കഴിയില്ല, അതിനുള്ള താല്പര്യം നമുക്കില്ല അല്ലേ. ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഭാരതത്തിലെ ധാരാളം ആളുകൾ, അവരോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോഴേ യുദ്ധം നയിക്കാൻ പോകുന്നത്. കഹോ കഹോ സബ്സെ വാപ്പസ് ലൗട്ട് ചലേ, പറയൂ എല്ലാവരോടും തിരിച്ചു പോകാൻ വേണ്ടി പറയൂ. कैलाश ये आप क्या कह रहे हैं, उठने की कोशिश क्यों कर रहे हैं, जैसा आप कहेंगे वैसा ही होगा. लोगों की ओर मुड़कर भाइयों, इब्राहिम चाचा के लिए जल्दी से स्ट्रक्चर तैयार करो, झंडियों से भासो और साफों और रुमालों से बांधो, जल्दी करो. कैलाश ये आप क्या कर रहे हैं. അപ്പോൾ കൈലാസ് പറയാണ് ഇബ്രാഹിം അലി ആ ക്യാ കർ രഹേ ഹേ, താങ്കൾ എന്താ ചെയ്യുന്നത്? ഉഡ്നെ കി കോശിഷ് ക്യോം കർ രഹേ ഹേ, എന്തിനാണ് നിങ്ങൾ എഴുന്നേക്കാൻ ശ്രമിക്കുന്നത്? ജൈസ ആപ് കഹേംഗെ വൈസാ ഹി ഹോങ്ക, അല്ലെ നിങ്ങൾ എന്താണ് പറയുന്നത് അതേപോലെയാണ് സംഭവിക്കുകയുള്ളൂ.
ലോഗോं की ओर मुड़कर പിന്നെ ജനങ്ങളോട് തിരിഞ്ഞിട്ട് പറയാണ് ഭായിയോ ഇബ്രാഹിം ചാച്ചാക്ക് ലിയെ ജൽദി സെ സ്ട്രക്ചർ തയ്യാർ കരോ. അല്ലെ ഇബ്രാഹിം ചാച്ചയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സ്ട്രക്ചർ തയ്യാറാക്കൂ. झंडियों के बासों को साफो रूमालों से बांधो. അല്ലെ പതാകയുടെ ആ ഒരു മുള എന്തുകൊണ്ടാണ് സാഫ തൊപ്പി അല്ലെങ്കിൽ തലപ്പാവ് അല്ലെ അതേപോലെ റൂമാൽ അതുകൊണ്ട് എന്ത് ചെയ്യുക കെട്ടുക. ജൽദി കരോ എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം സ്ട്രക്ചർ തയ്യാറാക്കണം. इब्राहिम अली कांपती आवाज़ में लोगों की मनोवृत्ति में आया वह परिवर्तन ही हमारी असली विजय है. हमारा उद्देश्य केवल जनता की सहानुभूति प्राप्त करना है, उनकी मनोवृत्ति को बदल देना है. जिस दिन हम इस लक्ष्य पर पहुंच जाएंगे उसी दिन स्वराज्य सूर्य का उदय होगा. जय भारत. सभी जोशीले स्वर में जय भारत दोहराते हैं. संगीत आज़ादी की धुन. അപ്പോൾ ഇബ്രാഹിം അലി കാമ്പത്തി സ്വരമേ അല്ലെ വിറക്കുന്ന സ്വരത്തിൽ പറയാണ് ലോഗോं की मनोवृत्ति में आया यह परिवर्तन ही हमारी असली विजय है. അല്ലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന മാറ്റം അതാണ് നമ്മുടെ യഥാർത്ഥ വിജയം. അല്ലെ ധാരാളം ആളുകൾ ഇപ്പോഴെന്താണ് സ്വാതന്ത്ര്യത്തിലെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ്. ആ ഒരു മാറ്റമാണ് നമ്മുടെ യഥാർത്ഥ വിജയം. हमारा उद्देश्य केवल जनता की സഹാനുഭൂതി പ്രാപ്ത് करना है. നമ്മളുടെ ഉദ്ദേശം കേവലം ജനങ്ങളുടെ സഹാനുഭൂതി നേടുക എന്നുള്ളതായിരുന്നു. ഉൻകി മനോവൃത്തിക്കോ ബദൽ ദേനാ ഹേ. അവരുടെ മനസ്സിനെ മാറ്റുക എന്നുള്ളതായിരുന്നു. ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ പർ പഹുഞ്ച് ജായെങ്കെ. ഏത് ദിവസം നമ്മൾ ആ ലക്ഷ്യത്തിലെത്തും ഉസി ദിൻ സ്വരാജ്യ സൂര്യ കാ ഉദയ് ഹോഗ. ആ ദിവസം സ്വരാജ്യ സൂര്യൻ ഉദിക്കും. ജയ് ഭാരത്. സഭി ജോശീലെ സ്വരമേ ജയ് ഭാരത് ദോഹരാത്തെ ഹേ. എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ജയ് ഭാരത് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു നാട്യരൂപാന്തർ അവസാനിക്കുന്നത്. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇതിന് ശേഷം ഇബ്രാഹിം അലി മരണമടയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം അലിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ അല്ലാതെ ആരോഗ്യമായിരിക്കുന്ന ബീർബൽ സിംഗ് അവിടത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബീർബൽ സിംഗിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ലേ നമ്മുടെ തന്നെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരിക്കുന്ന അല്ലേ ആ ഒരു ഇബ്രാഹിം അലിയെ താങ്കളെ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നയിച്ച അദ്ദേഹത്തെ ഒരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബീർബൽ സിംഗിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മാനസാന്തരം സംഭവിച്ച ബീർബൽ സിംഗ് ഇബ്രാഹിം അലിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ബീർബൽ സിംഗിൻ്റെ ഭാര്യയും ഇബ്രാഹിം അലിയുടെ ആ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയപ്പോൾ അവിടെ വളരെ ദുഃഖിതനായിട്ട് ആരെ കാണപ്പെടുകയാണ്? ബീർബൽ സിംഗിനെ കാണപ്പെടുകയാണ്. അങ്ങനെ ബീർബൽ സിംഗ് ഇബ്രാഹിം അലിയുടെ ഭാര്യയോട് മാപ്പ് ചോദിക്കാനായിട്ട് വന്നതായിരുന്നു അവിടെ. ഇത്രയാണ് ഈ ഒരു ജുലൂസ് എന്ന് പറയുന്ന ഏകാംഗി. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.